ഇന്നലെ പ്രധാനമന്ത്രി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വഖഫ് ബില്ലിനെ കുറിച്ച് ആദ്യമായി ഇങ്ങനെ പറഞ്ഞിരുന്നു. അദ്ദേഹം ഇവിടെ സംസാരിച്ചതിൻ്റെ ഒരു ചെറിയ ഭാഗം കേട്ടതിന് ശേഷം ഞാൻ താങ്കളോട് ചോദ്യം ചോദിക്കാം. മതത്തിന്റെ പേരിൽ രാജ്യത്തെ വെട്ടിമുറിക്കാനുള്ള തീരുമാനം ഒരിക്കലും ഭാരതത്തിലെ സാധാരണക്കാരായ മുസ്ലിം വിഭാഗത്തിൻ്റെതായിരുന്നില്ല. വളരെ കുറച്ച് മതമൗലികവാദികളുടെ മാത്രം തീരുമാനമായിരുന്നു അത്. എന്നാൽ ചില പ്രത്യേക കാരണത്താൽ കോൺഗ്രസിന്റെ നേതാക്കൾ അതിനെ മാത്രം പരിഗണിച്ചു. എന്നാലേ അവർക്ക് അധികാരത്തിന്റെ ലഹരി നുണയാൻ കഴിയുമായിരുന്നുള്ളൂ. സുഹൃത്തുക്കളെ, വർഗീയ പ്രീണനത്തിന്റെ ഈ നിലപാട് കൊണ്ട് കോൺഗ്രസിലെ ചില ആളുകൾക്ക് ഭരണം ലഭിച്ചു. ചില മതമൗലികവാദ നേതാക്കൾക്ക് സമ്പത്തും സ്ഥാനങ്ങളും ലഭിച്ചു. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്: മതത്തിന്റെ പേരിൽ ഈ രാജ്യത്തെ വെട്ടിമുറിച്ചത് കൊണ്ട് രണ്ട് രാജ്യത്തെയും സാധാരണക്കാരായ മുസ്ലിം ജനവിഭാഗത്തിന് എന്ത് ലഭിച്ചു? അവർക്ക് ലഭിച്ചത് വെറും അവഗണനകൾ മാത്രമാണ്. അവർക്കൊരിക്കലും നല്ല വിദ്യാഭ്യാസവും ലഭിച്ചിട്ടില്ല, അവർക്ക് നല്ല തൊഴിൽ ലഭിച്ചില്ല. അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട വനിതകൾക്ക് എന്ത് ലഭിച്ചു? അവർക്ക് അനുഭവിക്കേണ്ടി വന്നത് ഷാബാനിന് കിട്ടിയതുപോലെയുള്ള അന്യായങ്ങളാണ്. അവർക്ക് ഭരണഘടനാപരമായി ലഭിക്കേണ്ടിയിരുന്ന സംരക്ഷണം ചില മതമൗലികവാദികൾ തട്ടിപ്പറിക്കുകയാണ് ചെയ്തത്. അമിത്ഷാജി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഇങ്ങനെയാണ്: ആ സമയത്തെ ചില കോൺഗ്രസ് നേതാക്കൾ രാഷ്ട്രഹിതം മാറ്റിവെച്ചുകൊണ്ട് ചില മതമൗലികവാദികൾക്ക് വേണ്ടി രാജ്യത്തെ രണ്ടായി വെട്ടിമുറിച്ചു എന്നാണ്. നരേന്ദ്രമോദി ആ സമയത്ത് ഏത് നേതാവിനെയാണ് ഉദ്ദേശിച്ചത് എന്നാണ് താങ്കൾ കരുതുന്നത്? മതമൗലികവാദികൾക്കൊപ്പം ചേർന്നുകൊണ്ട് ഭരണത്തിനു വേണ്ടി അത്തരം തീരുമാനമെടുത്ത് രാജ്യത്തെ വെട്ടിമുറിച്ചത് ആരാണെന്നാണ് താങ്കൾ കരുതുന്നത്? നോക്കൂ, ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 1947 മുമ്പ് നഗരസഭകളിലേക്ക് നടന്ന ഇലക്ഷനിൽ മുസ്ലിം ലീഗും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. അന്നും മുസ്ലിം ലീഗിൻ്റെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം എന്നത് തന്നെ മതത്തിൻ്റെ പേരിൽ രണ്ടായി രാജ്യത്തെ പിരിക്കും എന്നുള്ളത് തന്നെയായിരുന്നു. അന്ന് മുസ്ലിം ലീഗ് മുന്നോട്ട് വച്ച ആശയത്തെ ഭാരതത്തിലെ ജനങ്ങൾ എതിർത്തതിൻ്റെ പേരിലാണ് മുസ്ലിം ലീഗിന് പരാജയം അനുഭവിക്കേണ്ടി വന്നത്. അതിൻ്റെ അർത്ഥം മുസ്ലിം ലീഗിൻ്റെ മതപരമായ രണ്ട് രാജ്യം എന്ന ആശയത്തോട് അന്ന് സാധാരണ മുസ്ലിങ്ങൾ എതിരായിരുന്നു എന്ന് തന്നെയാണ്. നോക്കൂ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഇവിടെ പറഞ്ഞത് വളരെ സത്യമായ കാര്യം തന്നെയാണ്. കോൺഗ്രസിന്റെ അന്നത്തെ പ്രധാനപ്പെട്ട നേതാവ് വെറും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ മതപ്രീണനമാണ് രാജ്യത്തെ ഈ രീതിയിൽ കൊണ്ടെത്തിച്ചത്. ഈ പ്രോഗ്രാമിലൂടെ അങ്ങയിലൂടെ ഈ രാജ്യത്തെ ജനങ്ങളോട്, പ്രത്യേകിച്ചും ഈ രാജ്യത്തെ യുവാക്കളോട് ഞാൻ ഒരിക്കൽ കൂടി ഉത്തരവാദിത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഏത് രാഷ്ട്രീയ പാർട്ടിയുടേതാണെങ്കിലും മറ്റെന്ത് വേണമെങ്കിലും നിങ്ങൾ സഹിച്ചോളൂ. പക്ഷേ ഈ പ്രീണന രാഷ്ട്രീയം, അതിൻ്റെ പിന്നാലെ നിങ്ങൾ പോകരുത്. അത്തരം വർഗീയ പ്രീണന രാഷ്ട്രീയം കളിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഏതാണെങ്കിലും അവരെ അകറ്റി നിർത്താൻ ഈ രാജ്യത്തെ ചെറുപ്പക്കാർ മുന്നോട്ട് വരണം. രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായി വെറും വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന് വേണ്ടി ചില മതങ്ങളോട് മാത്രം പ്രീണനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്ര കാലം ഈ രീതിയിൽ മതപ്രീണനം നടത്തി ഇവർക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാനാകും? അവർ ചെയ്യുന്നത് ഒരു രാജ്യത്തിനുള്ളിൽ വീണ്ടും മറ്റൊരു മതരാജ്യം സൃഷ്ടിക്കാനുള്ള വിത്തുപാകലാണ്. ഞാനും ഈ രാജ്യത്തെ യുവാക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നു, കാലം ഒരുപാട് പോയിരിക്കുന്നു. നരേന്ദ്രമോദി കഴിഞ്ഞ 10 വർഷം കൊണ്ട് അദ്ദേഹം കഠിനമായി പരിശ്രമിച്ചിട്ടാണ് ഈ കുടുംബവാഴ്ചയും ജാതിവാദവും മതവാദവും മതപ്രീണനവും ഇല്ലാതാക്കി രാജ്യത്തെ വികസനത്തിൻ്റെ വഴിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ യുവാക്കൾ അത് മനസ്സിലാക്കി അദ്ദേഹത്തിനൊപ്പം നിൽക്കുകയാണ് വേണ്ടത്. നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വേണമെങ്കിലും വിശ്വസിച്ചോളൂ. ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അവരുടെ എല്ലാ പോളിസികളും ആ പാർട്ടിയിലെ ചില നേതാക്കൾക്ക് വേണ്ടിയിട്ടോ മാത്രമാകരുത്. അവരുടെ എല്ലാ പോളിസിയും രാജ്യ താല്പര്യത്തിന് അനുകൂലമായിരിക്കണം. ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അവർ പ്രാദേശികവാദവും ഭാഷാവാദവും മറ്റെല്ലാ തരത്തിലുള്ള മൗലികവാദങ്ങളും ഉപേക്ഷിച്ച് രാജ്യ താല്പര്യത്തിന് മുൻതൂക്കം നൽകണം. നിങ്ങൾക്ക് ഏത് രാഷ്ട്രീയ പാർട്ടി വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ആ രാഷ്ട്രീയ പാർട്ടിക്ക് തന്നെ നിങ്ങൾക്ക് വോട്ടും കൊടുക്കാം. പക്ഷേ ആ രാഷ്ട്രീയ പാർട്ടി രാജ്യ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അത്തരം ചിന്താഗതിയുള്ള യുവാക്കൾ മുന്നോട്ട് വന്നാൽ മാത്രമേ നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കുകയുള്ളൂ. നോക്കൂ അമിത്ഷാജി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാണിച്ച ആ പ്രധാനപ്പെട്ട നേതാവ് ആരാണ് എന്ന് പേരെടുത്ത് പറഞ്ഞില്ല. നോക്കൂ, അങ്ങനെ പ്രത്യേകമായി ഒരു വ്യക്തിയുടെ പേരെടുത്ത് പരാമർശിക്കുന്നത് ചിലപ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനുശേഷം ഭാരതത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി കോൺഗ്രസ് തെരഞ്ഞെടുത്തത് ജവഹർലാൽ നെഹ്റുവിനെ തന്നെയാണ്. പ്രത്യേകമായിട്ട് കൈചൂരേണ്ട കാര്യമൊന്നുമില്ല. കാരണം എല്ലാത്തിൻ്റെയും നേട്ടം കൊയ്തത് അദ്ദേഹമാണ്.
നോക്കൂ, ഞങ്ങളുടെ തന്നെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഞങ്ങളുടെ പ്രധാനമന്ത്രിയാണ്, നരേന്ദ്രമോദിയാണ്. സ്വാഭാവികമായും അന്നത്തെ കാലത്ത് കോൺഗ്രസിന്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിരുന്നത് നെഹ്റു തന്നെയാണ്. താങ്കൾ ഈ രാജ്യത്തുള്ള ഏതൊരു വ്യക്തിയെയും ഈ വേദിയിൽ വിളിച്ചു വരുത്തി ചോദിച്ചു നോക്കൂ, നിങ്ങൾ രാജ്യം രണ്ടായി വെട്ടിമുറിക്കുന്നതിന് അനുകൂലമായിരുന്നുവെന്ന്. ഒരു വ്യക്തി പോലും അനുകൂലമായി പറയില്ല, എനിക്കുറപ്പാണ്. മതത്തിന്റെ പേരിലുള്ള വിഭജനം ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു. നമ്മുടെ ഭാരതത്തെ ഏറ്റവും അപകടപ്പെടുത്തിയ തീരുമാനം അതായിരുന്നു. നോക്കൂ അമിത് ജി, താങ്കളും താങ്കളുടെ പാർട്ടിയും പറയുന്നത് വഖഫ് ബില്ലിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് താങ്കൾ മുസ്ലിം സമുദായത്തിലെ തന്നെ പാവപ്പെട്ടവർക്ക് നീതി വാങ്ങിക്കൊടുത്തു എന്നാണ്. മുസ്ലിം സമൂഹം പറയുന്നത് അവരോട് താങ്കൾ കാണിച്ചത് അന്യായമാണെന്നാണ്. നോക്കൂ രാഹുൽ ജി, മുഴുവൻ സമുദായത്തിൻ്റെയും ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അങ്ങനെ പറയരുത്. അത് താങ്കൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ഭാരതത്തിലെ മുസ്ലിം സമൂഹം ഒരിക്കലും വിശ്വസിക്കുന്നില്ല അവരോട് ഞങ്ങൾ ചെയ്തത് അനീതിയാണെന്ന്. വളരെ കുറച്ച് സ്വാർത്ഥമോഹികളായ നേതാക്കളാണ് അങ്ങനെ പറയുന്നത്. ഞാൻ തിരിച്ച് താങ്കളോട് 2-3 ചെറിയ ചോദ്യങ്ങൾ ചോദിക്കാം. നോക്കൂ, ഞങ്ങൾ കൊണ്ടുവന്ന പുതിയ വഖഫ് നിയമ ഭേദഗതിയിൽ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട വനിതകൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ട്. അങ്ങനെ വനിതകൾക്ക് പ്രാധാന്യം നൽകേണ്ടതല്ലേ? ഈ രാജ്യത്തെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട വനിതകൾക്ക് വഖഫ് ബോർഡിൽ അല്ലെങ്കിൽ വഖഫ് കൗൺസിലിൽ അധികാര സ്ഥാനത്തേക്ക് വരാൻ അർഹതയില്ലേ? നോക്കൂ, 80% മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവർ പാവപ്പെട്ടവരാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ OBC വിഭാഗക്കാരാണവർ. അവരുടെ പ്രതിനിധികൾ വഖഫ് ബോർഡിൽ അല്ലെങ്കിൽ വഖഫ് കൗൺസിലിൽ ഉണ്ടാകേണ്ടതാണോ അല്ലയോ? ഷിയ, ആഗഖാനി, ദാവൂദി വോറ, മുഹമ്മദിയ, അഹമ്മദിയ ഈ വിഭാഗത്തിൽപ്പെട്ട ആർക്കും വഖഫ് ബോർഡിലോ വഖഫ് കൗൺസിലിലോ പ്രാതിനിധ്യം ഉണ്ടായിരുന്നില്ല. എന്താ, അവർ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരല്ലേ? കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യ മുന്നണിയും എപ്പോഴും ന്യൂനപക്ഷങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഞങ്ങൾ പറയുന്നത് ആ ന്യൂനപക്ഷങ്ങളിലെ ന്യൂനപക്ഷങ്ങളെക്കുറിച്ചാണ്. എന്താ, അവർക്ക് നീതി വേണ്ടേ? ന്യൂനപക്ഷങ്ങളിലെ ന്യൂനപക്ഷങ്ങൾക്ക് ഞങ്ങൾ പ്രാധാന്യം നൽകുമ്പോൾ എന്തിനാണ് ഇവർ അതിനെ എതിർക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങളിപ്പോൾ കൊണ്ടുവന്ന വഖഫ് ബില്ലിലെ ഭേദഗതി പ്രകാരം മുസ്ലിം സമുദായത്തിൽപ്പെട്ട എല്ലാ സാധാരണക്കാർക്കും പ്രാതിനിധ്യം ലഭിക്കുകയാണ്. നോക്കൂ, ഞാൻ ഇന്ന് ഈ മാധ്യമത്തിലൂടെ ഭാരതത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ ഒരു കണക്ക് വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 2013 വരെ, അല്ലെങ്കിൽ വേണ്ട, ഇസ്ലാം മതവിശ്വാസം ഭാരതത്തിൽ തുടങ്ങിയ കാലം മുതൽ 2013 വരെ ഇസ്ലാം സമൂഹത്തിൻ്റെ കീഴിൽ എത്രത്തോളം വഖഫ് പ്രോപ്പർട്ടികൾ ഉണ്ടായിരുന്നു എന്നറിയുമോ? അത് 18 ലക്ഷം ഏക്കർ ഭൂമിയാണ്. മുഗൾ രാജാക്കന്മാരുടെ കാലത്തിന് മുമ്പ് മുതലേ ഉള്ള വഖഫ് ഭൂമിയുടെ കണക്കാണ് ഞാൻ പറയുന്നത്. 2013 വരെ വഖഫ് ബോർഡിന് കീഴിൽ ഉണ്ടായിരുന്നത് 18 ലക്ഷം ഏക്കറാണ് ഭാരതത്തിൽ. പക്ഷേ UPA സർക്കാർ 2013 വഖഫിൽ വരുത്തിയ ഭേദഗതിക്ക് ശേഷം 2013 ശേഷം മാത്രം 21 ലക്ഷം ഏക്കർ ഭൂമി കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടു. ഇതിൽ നിന്ന് തന്നെ ഒറ്റ നോട്ടത്തിൽ ആർക്കും മനസ്സിലാകും 2013 കോൺഗ്രസ് വഖഫിൽ കൊണ്ടുവന്ന ഭേദഗതി എന്ന് പറയുന്നത് അന്യായമായിരുന്നു എന്ന്. ഏതൊരു ഭൂമിയും വഖഫ് ബോർഡിന് വഖഫ് ആണെന്ന് അവകാശപ്പെടാനുള്ള നിയമമാണ് 2013 കോൺഗ്രസ് നൽകിയത്. ഹിന്ദുക്കളുടെ ഭൂമിയാണെങ്കിലും സർക്കാരിൻ്റെ ഭൂമിയാണെങ്കിലും ഒരു ഗ്രാമം മുഴുവനാണെങ്കിലും 2000 വർഷത്തിലധികം പഴക്കമുള്ള ക്ഷേത്രങ്ങളാണെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ വഖഫ് ബോർഡിൻ്റെതായി മാറുന്ന ഒരു പ്രത്യേക നിയമം. ഈ രീതിയിൽ ഒരു രാജ്യത്തിന് എങ്ങനെ മുന്നോട്ട് പോകാനാകും? 2013 കോൺഗ്രസ് ഭേദഗതി വരുത്തുന്നതിന് മുമ്പ് ഈ രീതിയിലുള്ള ശല്യം ഉണ്ടായിരുന്നില്ല. 2014 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അവരുടെ ഭരണം പൂർത്തിയാകുന്നതിൻ്റെ അവസാന നാളുകളിലാണ് അവരുടെ വോട്ട് ബാങ്ക് സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി അവർ ഈ രീതിയിലുള്ള തെറ്റായ കാര്യം ചെയ്തത്. എന്നെ കേൾക്കുന്ന ഈ രാജ്യത്തെ മുസ്ലിം സഹോദരി സഹോദരന്മാരോട് പറയാനുള്ളത്, അവർ പറയുന്ന ഖബറിസ്ഥാൻ, മസ്ജിദ്, ദർഗ അങ്ങനെയുള്ള ഭൂമികൾ കണക്ക് നോക്കിയാൽ ആകെയുള്ള ഈ 39 ലക്ഷം ഏക്കറിൻ്റെ 5% പോലും വരില്ല അത്തരം ഭൂമികൾ. നോക്കൂ, വഖഫ് ബോർഡിന് കീഴിലുള്ള ഈ 39 ലക്ഷം ഏക്കർ ഭൂമിയിൽ നിന്ന് ഒരു വർഷം അവർക്ക് ലഭിക്കുന്ന വരുമാനം എത്രയാണെന്നറിയുമോ? വെറും 127 കോടി രൂപ. ഇന്ന് രാജ്യത്ത് റെയിൽവേക്കുള്ളതിനേക്കാൾ സൈന്യത്തിനുള്ളതിനേക്കാൾ കൂടുതൽ ഭൂമിയുണ്ട് വഖഫ് ബോർഡിന്. എന്നിട്ടാണ് അവർ ഈ പിച്ചക്കണക്ക് പറയുന്നത്. നോക്കൂ, വഖഫ് ബോർഡിന് കീഴിലുള്ള ഈ 39 ലക്ഷം ഏക്കർ ഭൂമിയുടെ യഥാർത്ഥ വരുമാനം എങ്ങോട്ടാണ് പോകുന്നത്? ആരാണോ ഇപ്പോൾ വഖഫ് ബോർഡിനെ നിയന്ത്രിക്കുന്നത് അവർ അഴിമതി നടത്തുന്നു എന്നാണ് അർത്ഥം. ഞങ്ങൾ നിയമപരമായി ഈ വഖഫ് ഭേദഗതി കൊണ്ടുവന്നത് വഴി കൃത്യമായി ഓഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. നിയമപരമായ മാർഗം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ഇതേ വഖഫ് ബോർഡിൽ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട സാധാരണക്കാരായ പാവപ്പെട്ട ആളുകളെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഞങ്ങൾ കൊണ്ടുവന്ന ഈ വഖഫ് ഭേദഗതി എതിർക്കുന്ന പല ആളുകളും പറയുന്നതാണ്
ഞങ്ങൾ അവരുടെ മതപരമായ വിശ്വാസത്തിൽ കടന്നു കയറുന്നുവെന്ന്. രാഹുൽ ഭായി, ഇതിനേക്കാൾ വലിയൊരു കള്ളം ഈ രാജ്യത്തിന് സംഭവിക്കാനില്ല. ഭാരതത്തിലുള്ള മറ്റെല്ലാ മതവിശ്വാസങ്ങളുമായി താരതമ്യപ്പെടുത്തി നോക്കിയാൽ വഖഫ് എന്ന് പറയുന്നത് ഒരു ട്രസ്റ്റാണ്. ട്രസ്റ്റ് എന്ന് പറയുന്നത് ഏതൊരു വിഭാഗത്തിൻ്റെതാണോ അവർ തന്നെയാണ് അത് നോക്കി നടത്താറുള്ളത്. അമിത്ഷാജി, എനിക്ക് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം, പൗരത്വ ഭേദഗതി നിയമം ഈ രാജ്യത്ത് നടപ്പിലാക്കിയപ്പോൾ രാജ്യത്താകെ പലയിടത്തും ചില അക്രമ സമരങ്ങൾ കാണാൻ കഴിഞ്ഞു. ആ രീതിയിൽ തെരുവുകളിൽ സമരം താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? താങ്കൾ പൗരത്വ ഭേദഗതിയെക്കുറിച്ച് ചോദിച്ചത് വളരെ നല്ല കാര്യം തന്നെ. ഞാൻ അതിനെക്കുറിച്ച് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇത് പറയണം എന്ന് കരുതി തന്നെ ഇരിക്കുകയായിരുന്നു. നോക്കൂ, പൗരത്വ ഭേദഗതി ഞങ്ങൾ കൊണ്ടുവന്നതിന് ശേഷം രാഹുൽ ഗാന്ധിയും കമ്പനിയും കൂടി ഈ രാജ്യത്താകെ വളരെ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി. BJP ഈ രാജ്യത്തെ മുസ്ലിം വിഭാഗത്തിന്റെ പൗരത്വം എടുത്തു കളയാൻ പോവുകയാണെന്ന്. ഇപ്പോൾ പൗരത്വ ഭേദഗതി പൂർണ്ണമായ നിയമമായിട്ട് തന്നെ 2 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഞാൻ രാഹുൽ ഗാന്ധിയെ പരസ്യമായി ഇവിടെ വെല്ലുവിളിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു മുസ്ലിം പൗരന്റെ പൗരത്വം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് തെളിയിക്കണം. ഈ രാജ്യത്തെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പൗരത്വം നഷ്ടപ്പെടും. എത്ര തവണ പറഞ്ഞ നുണ പറഞ്ഞു? ഇതേ രാഹുൽ ഗാന്ധിയും കമ്പനിയും ഇതേ ഇന്ത്യ മുന്നണിയാണ് ഈ രാജ്യത്തെ എല്ലാ അക്രമ സമരങ്ങൾക്കും അടിസ്ഥാന കാരണം തന്നെ. അമിത്ഷാജി, താങ്കൾ ഇന്നലെയും ജമ്മു കാശ്മീരിൽ പോയിരുന്നല്ലോ. ജമ്മു കാശ്മീരിന് എപ്പോഴാണ് പൂർണ്ണ സംസ്ഥാന പദവി നൽകാൻ പോകുന്നത്? മാത്രമല്ല, അവിടുത്തെ സർക്കാരിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നോക്കൂ, BJP എന്ന് പറയുന്നത് ഒരു വലിയ പാർട്ടിയാണ്. ഭാരതത്തിൽ തന്നെ 2 തവണ BJP സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് അടൽജിയുടെ നേതൃത്വത്തിൽ, രണ്ടാമത് ഇപ്പോൾ കഴിഞ്ഞ 11 വർഷമായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ. ഭാരതീയ ജനതാ പാർട്ടി ഒരിക്കലും, പ്രത്യേകിച്ചും കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുമ്പോൾ, സംസ്ഥാനം ഭരിക്കുന്നത് ഏത് പാർട്ടിയിൽപ്പെട്ടവരാണ് എന്നുള്ളത് ചിന്തിക്കാറേയില്ല. അത് ഞങ്ങളുടെ വിഷയമേ അല്ല. ഞങ്ങൾ ചിന്തിക്കുന്നത് കാശ്മീരിനെ കുറിച്ചാണ്. ഇന്നലെ പല കാര്യങ്ങളും റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ കാശ്മീരിൽ പോയിരുന്നു. ഞാൻ ഒമർ സാഹിബിനൊപ്പമാണ് ഇരുന്നത്, ഭക്ഷണം കഴിച്ചത്. ഞങ്ങൾ ഒരുമിച്ചുള്ള വളരെ മനോഹരമായൊരു ഫോട്ടോയാണ് പുറത്തു വന്നത്. നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ. രാഷ്ട്രീയം നോക്കിയിട്ടല്ല ഞങ്ങൾ ഒരു സംസ്ഥാന സർക്കാരുമായി ബന്ധം പുലർത്തുന്നത്. ഞങ്ങൾക്ക് മുമ്പിലുള്ളത് രാജ്യ താല്പര്യം മാത്രമാണ്. പക്ഷേ രാജ്യത്തിൻ്റെ സുരക്ഷയുടെ കാര്യത്തിലും വിഘടനവാദത്തെ എതിർക്കുന്ന കാര്യത്തിലും ഞങ്ങൾ വളരെ സ്ട്രോങ് ആണ്. ആർക്കു മുമ്പിലും ഞങ്ങൾ അടിയറ വെക്കാറുമില്ല. സംസ്ഥാനങ്ങളെ കൊണ്ട് അക്കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ച ചെയ്യാനും ഞങ്ങൾ അനുവദിക്കില്ല. ഇപ്പോൾ തന്നെ കാശ്മീരിൽ ഒരു ചെറിയ ഭീകരവാദ പ്രവർത്തനം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തീവ്രവാദികൾ നുഴഞ്ഞു കയറുന്നത് പാകിസ്ഥാനിൽ നിന്നാണെന്നാണോ താങ്കൾ കരുതുന്നത്? രാഹുൽജി, തീവ്രവാദികൾ പാകിസ്ഥാനിൽ നിന്നല്ലാതെ പിന്നെ എവിടെ നിന്ന് വരാനാണ്? അടുക്കളയിൽ ഉണ്ടാക്കുന്നുണ്ടോ അവരെ? അതവർ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുകയുമാണല്ലോ. പക്ഷേ നമ്മുടെ ഭാരതീയ സൈനികർ വളരെ ശക്തമായ മറുപടി അവർക്ക് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല, ഇന്ന് ഭാരതത്തിലെ സർക്കാരും അത്തരം തീവ്രവാദികൾക്ക് മറുപടി കൊടുക്കാൻ തക്ക കരുത്തരാണ്. അതിന് അർഹമായ ശിക്ഷയും കൊടുക്കാൻ ഞങ്ങൾക്കറിയാം. അമിത്ഷാജി, ഇല്ലീഗൽ മൈഗ്രേഷനെ കുറിച്ച് മറ്റൊരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട്. അത് ബംഗ്ലാദേശിന്റെ അതിർത്തിയിൽ നിന്നാണ്. ഇത്തവണ ബംഗ്ലാദേശിൽ പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം അത് കൂടിയിട്ടുമുണ്ട്. ബംഗ്ലാദേശ് അതിർത്തിയിൽ, പ്രത്യേകിച്ചും ബംഗാളിലുള്ള പ്രശ്നങ്ങളെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നോക്കൂ, ഏറ്റവും ആദ്യം തന്നെ ഞാൻ ബംഗാളിലെ ജനതയോട് ഈ ഒരു കാര്യം പ്രത്യേകമായി അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ബംഗാളിലെ ജനത അടുത്ത വർഷം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിലെത്തിച്ചാൽ ബംഗാളിൽ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായ പരിഹാരം ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. BSF അവരുടെ ജോലി കൃത്യമായി ചെയ്തിരുന്നുവെങ്കിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാർ എങ്ങനെയാണ് ബംഗാളിലൂടെ ദില്ലിയിലേക്കും കാശ്മീരിലേക്കും ഒക്കെ എത്തുന്നത്? കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യുകയാണ് എന്നാണ് മമതാ ദീദി ചോദിക്കുന്നത്. നോക്കൂ, ഇന്ന് രാജ്യത്തുള്ള എല്ലാവർക്കും വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്, ഭാരതത്തിൻ്റെ അതിർത്തികളിൽ കൃത്യമായ ഫെൻസിംഗ് സ്ഥാപിക്കാൻ തുടങ്ങിയത് മോഡി സർക്കാർ വന്നതിന് ശേഷം മാത്രമാണ്. ഇപ്പോഴും ബംഗ്ലാദേശിൻ്റെ അതിർത്തിയിൽ ബംഗാളിൽ മാത്രം ഏതാണ്ട് 250 കിലോമീറ്റർ ദൂരത്തിൽ ഫെൻസിംഗ് ഉണ്ടാക്കാനേ കഴിയില്ല. കാരണം വലിയ തുരങ്കങ്ങളും കനാലും വലിയ നദികളും ഒക്കെ ഉള്ള 250 കിലോമീറ്റർ മേഖലയിൽ നമുക്ക് ഫെൻസിംഗ് ഉണ്ടാക്കാനേ കഴിയുകയില്ല. അതുകൂടാതെ ബംഗാളിനും ബംഗ്ലാദേശിനും ഇടയിലുള്ള 400 കിലോമീറ്റർ ദൂരത്തിൽ ഫെൻസിംഗ് ഉണ്ടാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിന് ഭൂമി വിട്ടു നൽകാൻ ബംഗാൾ സർക്കാർ തയ്യാറല്ല. ഒരു സംസ്ഥാനത്ത് ഒരു രാജ്യവുമായി 650 കിലോമീറ്ററോളം ദൂരത്തിൽ തുറന്നു കിടക്കുകയാണ്. അതിശൈത്യത്തിൽ, മഴയിൽ, ചൂടിൽ ഫെൻസിംഗ് ഇല്ലാത്ത ഒരതിർത്തിയിൽ നമുക്ക് പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നത് നദിയുടെ അടിയിലൂടെയും കനാലിലൂടെയും ഒക്കെ ഒളിച്ചാണ് ഇത്തരം നുഴഞ്ഞുകയറ്റക്കാർ ഭാരതത്തിലേക്ക് കയറുന്നത്. പക്ഷേ എങ്കിലും എനിക്ക് രാജ്യത്തെ ജനങ്ങളോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഒരുപക്ഷെ റോഹിംഗ്യക്കാരായിരിക്കാം, ബംഗ്ലാദേശികളായിരിക്കാം, അങ്ങനെ പലരും നമ്മുടെ രാജ്യത്ത് എത്തിയെന്ന് കരുതുക. അത്തരം നുഴഞ്ഞുകയറ്റക്കാർക്ക് വോട്ടർ കാർഡ് നൽകുന്നത് ആരാണ്? വോട്ടർ കാർഡ് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? വ്യാജമായി ഉണ്ടാക്കിയ അത്തരം തിരിച്ചറിയൽ രേഖകൾ കൊണ്ടാണല്ലോ അവർ ഉത്തരാഖണ്ഡിലും ഡൽഹിയിലും കാശ്മീരിലേക്കും ഒക്കെ കടന്നു കയറുന്നത്.
ഇത്തരം നുഴഞ്ഞുകയറ്റക്കാർക്കെല്ലാം വോട്ടർ ഐ ഡി നൽകുന്നത് ബംഗാളിലെ ഒരേ ജില്ലയിൽ നിന്നാണ്. 24 ഫർഗുണ എന്ന് പറയുന്ന അതേ ജില്ലയിൽ നിന്നാണ്. ആയിരക്കണക്കിന് ബംഗ്ലാദേശികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ കയ്യിലുമുള്ളത് ഇതേ ജില്ലയിൽ നിന്നുള്ള വോട്ടർ ഐ ഡിയാണ്. ഇത്രയും പമ്പര വിഡ്ഢികളാണോ അവർ? ഇത്തരം നുഴഞ്ഞുകയറ്റക്കാരുടെ എല്ലാ വ്യാജ വോട്ടർ ഐ ഡിയും വ്യാജ ആധാർ കാർഡും എല്ലാം ഉണ്ടാക്കുന്നത് ബംഗാളിലെ 24 ഫർഗുണ എന്ന് പറയുന്ന ജില്ലയിൽ നിന്നാണ്. അവിടെയാണ് എനിക്ക് ബംഗാൾ സർക്കാരിനോട് ചോദിക്കാനുള്ളത്. അത് ആരുടെ ഉത്തരവാദിത്തമാണ്? ആരുടെ കഴിവുകേടാണ്? അതിർത്തിയിലൂടെ വിദേശി നമ്മുടെ രാജ്യത്തേക്ക് കടന്നു കയറി നുഴഞ്ഞു കയറി ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷേ ഒരു ഗ്രാമത്തിൽ പുതിയതായി 25 പേരെത്തി അല്ലെങ്കിൽ 50 പേരെത്തി എന്ന് ആ ഗ്രാമം ഭരിക്കുന്ന ആളുകൾക്ക് അറിയണ്ടേ? ഗ്രാമത്തിലെ പോലീസിന് അറിയില്ലേ? ആരാണ് ഇവർക്ക് വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കി കൊടുക്കുന്നത്? അത് അവിടെയുള്ള പോലീസ് അന്വേഷിക്കേണ്ടതല്ലേ, കണ്ടെത്തേണ്ടതല്ലേ? അപ്പോൾ പറയും ആധാർ കാർഡ് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലാണ്, പിന്നെ എന്തിനാണ് ഞങ്ങളെ കുറ്റം പറയുന്നത്? ഓരോ ജില്ലയിലെ കളക്ടറും സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ തന്നെയല്ലേ അവിടുത്തെ പോലീസുകാരും? അവരെല്ലാം നിയന്ത്രിക്കുന്നത് ആ സംസ്ഥാന സർക്കാർ തന്നെയല്ലേ? ഇലക്ഷൻ കമ്മീഷന്റെ ഏജന്റ് ആണെങ്കിലും അത് അതാത് ജില്ലയിലെ കളക്ടർ തന്നെയാണ്. അപ്പോൾ ഇതൊന്നും അവർ അറിയാതെ സംഭവിക്കുന്നതല്ല. അവരറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം അവർക്ക് വേണ്ടപ്പെട്ടവരുടെ വോട്ട് ബാങ്ക് സൃഷ്ടിക്കുകയാണ്. ആസാമിൽ ഇത്തരം നുഴഞ്ഞുകയറ്റപ്പോൾ നടക്കുന്നില്ലല്ലോ. എങ്ങനെയാണ് അവിടെ അവസാനിച്ചത്? സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ തടയാൻ കഴിയും. ബംഗാളിലെ ജനതയോട് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഇത്തവണ നിങ്ങൾ ബംഗാളിൽ താമര വിരിയാൻ അനുവദിക്കൂ. അവിടെ തന്നെ നിങ്ങൾക്ക് ശാന്തി സമാധാനം ലഭിക്കും. അമിത്ഷാജി, താങ്കൾ എന്താണ് കരുതുന്നത്? ഇത്തവണത്തെ ഇലക്ഷനിൽ ബംഗാളിൽ ജയിച്ച് ഭരണം പിടിക്കാൻ കഴിയുമെന്നാണോ? കഴിഞ്ഞ തവണയും താങ്കൾ വലിയ പ്രതീക്ഷയോടെയാണ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പക്ഷേ ശരിയാണ് ഉണ്ടായത്. നോക്കൂ രാഹുൽജി, നിങ്ങൾ എന്താണ് പറയുന്നത്? നോക്കൂ, ഞങ്ങൾക്ക് മുൻപ് ബംഗാളിൽ ആകെ ഉണ്ടായിരുന്നത് 4 MLA-മാരാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളത് 78 ഉയർത്തി. എന്നിട്ടും ഞങ്ങൾക്ക് തിരിച്ചടി നേരിട്ടു എന്നാണ് ഇപ്പോൾ താങ്കൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പറയുന്നത്. അവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസ് പാർട്ടിക്ക് നിൽക്കു ബഹളം വെക്കാതെ ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. 27 വർഷം ഭരണം നടത്തിയ കോൺഗ്രസിന് ഇപ്പോൾ വെറും 0 സീറ്റാണുള്ളത്. അവർക്കൊരു തിരിച്ചടിയുമില്ല. ഏതാണ്ട് 35 വർഷം തുടർച്ചയായി ബംഗാൾ ഭരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അവിടെ ഇപ്പോൾ 0 MLA ഉള്ളൂ. പക്ഷേ അവർക്കും തിരിച്ചടി ഉണ്ടായി എന്നിവർ പറയുന്നില്ല. തിരിച്ചടി ഉണ്ടായത് 78 MLA-മാരുണ്ടാക്കിയ BJP-ക്കാണ്. ഞങ്ങൾ 4-ൽ നിന്ന് 78-ലെത്തി. ആ കണക്ക് വെച്ച് നിങ്ങൾ തന്നെ ഒന്ന് കണക്കൂട്ടി നോക്കിക്കോളൂ. നോക്കൂ അമിത്ഷാജി, ഞാൻ 78 MLA-മാരെ ഉണ്ടാക്കിയ BJP-യുടെ പ്രകടനത്തെക്കുറിച്ചല്ല പറഞ്ഞത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താങ്കൾക്ക് മുമ്പുണ്ടായിരുന്ന ലോക്സഭാ പ്രതിനിധികളെക്കാൾ എണ്ണത്തിൽ കുറവാണ് ഉണ്ടായത്. നോക്കൂ, രാജ്യത്താകെ പല രീതിയിൽ പ്രതിപക്ഷത്തിന്റെ നുണപ്രചരണങ്ങളിൽ എല്ലാ സംസ്ഥാനത്തും ഞങ്ങൾക്ക് തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ട്. ഞങ്ങളത് മനസ്സിലാക്കിയിട്ടുമുണ്ട്. ഞങ്ങളത് പഠിച്ച് സംഘടനാപരമായി തിരുത്തിയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ മുഴുവൻ പ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ സംസ്ഥാനത്തും ഞങ്ങളുടെ പ്രകടനം കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നുണ്ട്. ബംഗാളിന് ഞങ്ങൾ അതീവ പ്രാധാന്യമാണ് നൽകുന്നത്. പശ്ചിമ ബംഗാൾ എന്ന് പറയുന്നത് ഭാരതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭൂമികയാണ്. ഭാരതത്തിന്റെ അതിർത്തി പ്രദേശമാണ്. അവിടുത്തെ ഭരണം ദേശീയവാദികളുടെ കയ്യിൽ എത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്, രാജ്യത്തിന്റെ ആവശ്യമാണ്. നോക്കൂ അമിത്ഷാജി, ഇപ്പോൾ സുപ്രീം കോടതി വിധി പ്രകാരം 26,000 ടീച്ചർമാരുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. സുപ്രീം കോടതി വിധിക്കെതിരെ പോരാടുമെന്നാണ് മമതാ ദീദി പറയുന്നത്. സുപ്രീം കോടതി വിധിക്കെതിരെ പോലും അവർക്ക് സംസാരിക്കാം. പക്ഷേ സുപ്രീം കോടതി വിധിക്കെതിരെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ തലയിൽ ബാക്കിയുള്ള മുടി കൂടി നിങ്ങൾ തിന്നേനെ. അമിത്ഷാജി, ബംഗാളിനെ കുറിച്ച് പറയുമ്പോൾ ബംഗ്ലാദേശിനെ കൂടി പരാമർശിക്കാതെ മുന്നോട്ട് പോകാനാവില്ല. ബംഗ്ലാദേശിലെ താൽക്കാലിക പ്രധാനമന്ത്രി മുഹമ്മദ് യൂനിസ് കഴിഞ്ഞ ആഴ്ചയാണ് പറഞ്ഞത്, നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപാരം നടക്കണമെങ്കിൽ ബംഗ്ലാദേശിൻ്റെ സഹായമില്ലാതെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന്. ചൈനയ്ക്കും ബംഗ്ലാദേശിലൂടെ നോർത്ത് ഈസ്റ്റിലേക്ക് എല്ലാവിധ ആക്സസിനും അവർ ഒരുക്കമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നോക്കൂ രാഹുൽജി, ഞാൻ ഇത്രയും മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. ഭാരതം ഭരിക്കുന്നത് നരേന്ദ്രമോദിയുടെ സർക്കാരാണ്. ഭാരതത്തിലെ 1 ഇഞ്ച് ഭൂമി പോലും വെറുതെ കണ്ണുകൊണ്ട് നോക്കാൻ പോലും ഞങ്ങൾ കൊടുക്കില്ല. അങ്ങനെ ഒരു ചോദ്യമേ ഉദിക്കുന്നില്ല. അമിത്ഷാജി, ഞാൻ താങ്കളോട് 2-3 തവണ ചോദിച്ചിട്ടുള്ള കാര്യമാണ്. ഇത്തവണ ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്. പാക് ഒക്കുപൈഡ് കാശ്മീരിനെ കുറിച്ച് താങ്കളുടെ ഇപ്പോഴത്തെ നിലപാടെന്താണ്? നോക്കൂ രാഹുൽജി, അത് എപ്പോഴും പറയേണ്ട കാര്യമില്ല. പാക് ഒക്കുപൈഡ് കാശ്മീരിനെ കുറിച്ച് ഭാരതത്തിന്റെ സ്റ്റാൻഡ് വളരെ വ്യക്തമാണ്. പാക് ഒക്കുപൈഡ് കാശ്മീർ എന്ന് പറയുന്നത് ഭാരതത്തിന് മാത്രം അവകാശമുള്ള ഭൂമിയാണ്. പക്ഷേ പാക് ഒക്കുപൈഡ് കാശ്മീർ എപ്പോഴാണ് പൂർണ്ണമായി ഭാരതത്തിൻ്റെതാകുന്നത് എന്ന് എനിക്ക് ഇത്തരം ഒരു സഭയിലിരുന്ന് പറയാൻ കഴിയില്ല എന്ന് താങ്കൾ മനസ്സിലാക്കണം. പക്ഷേ ഞാനിവിടെ വ്യക്തമായി പറയുന്നു, ഭാരത സർക്കാരിൻ്റെ തീരുമാനം തന്നെയാണത്. അത് വെറുമൊരു അവകാശവാദമല്ല, ഭാരതത്തിൻ്റെ സ്വന്തം പ്രദേശം തന്നെയാണ്. അത് കുറച്ചുകൂടി വ്യക്തമായി ലോകത്തിന് മനസ്സിലായിട്ടുമുണ്ട്. അമിത്ഷാജി, പാകിസ്ഥാൻ പറയുന്നത് ബലൂചിസ്ഥാൻ നടക്കുന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ ഭാരതമാണെന്നാണ്.
നോക്കൂ രാഹുൽജി, അവർക്ക് അവരുടെ നാട്ടിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ അവരിങ്ങനെ പലതും പറഞ്ഞു തിരിക്കും. അത് അവരുടെ ആഭ്യന്തര പ്രശ്നം മാത്രമാണ്. അത് പരിഹരിക്കേണ്ടത് അവരുടെ മാത്രം ഉത്തരവാദിത്തമാണ്. സ്വതന്ത്ര ബലൂചിസ്ഥാൻ എന്ന അവിടുത്തെ ജനങ്ങളുടെ അവകാശവാദത്തെ ഭാരതം പിന്തുണയ്ക്കുന്നുണ്ടോ? പാകിസ്ഥാനിൽ ഇപ്പോൾ നിലവിലുള്ള സർക്കാർ സംവിധാനത്തോട് അവിടുത്തെ ജനങ്ങൾക്ക് അതൃപ്തിയുണ്ട്. അതിൻ്റെ പേരിൽ രാജ്യത്തിൻ്റെ പല ഭാഗത്തും സർക്കാരിനെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് ഭാരത സർക്കാരിന് പരിഹരിക്കാൻ പറ്റുന്നതല്ലല്ലോ. അമിത്ഷാജി, നമ്മുടെ അതിർത്തിയിൽ നേപ്പാളിൽ നിന്നും ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കണം എന്നുള്ള ഒരു വാദം വരുന്നുണ്ട്. അതിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അവിടെയുള്ള ആളുകൾക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. ഓരോ സ്ഥലത്തും അവരുടേതായ ആവശ്യങ്ങളാണല്ലോ. അതിനെക്കുറിച്ച് നമ്മൾ എന്ത് പറയാനാണ്? അമിത്ഷാജി ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് തഹാവൂർ റാണയെ ഭാരതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. മുംബൈ സ്ഫോടന കേസിലെ പ്രതിയായിട്ടുള്ള ഹെഡ്ലിയെയും ഇന്ത്യയിൽ കൊണ്ടുവന്ന് കുറ്റവിചാരണ ചെയ്യുമോ? നോക്കൂ രാഹുൽജി, നരേന്ദ്രമോദി സർക്കാരിൻ്റെ തീരുമാനം തന്നെയാണ് ഭാരതത്തിൻ്റെ ഏതെങ്കിലും ഭൂമിയിൽ ഭാരതത്തിലെ പൗരന്മാർക്ക് അപകടമുണ്ടാക്കുന്ന തരത്തിൽ എന്ത് അന്യായം ഈ രാജ്യത്തോട് ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്ക് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ സർക്കാരിൻ്റെ തീരുമാനമാണ്. നോക്കൂ, ഇപ്പോൾ തഹാവൂർ റാണയെ തന്നെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് മോദി സർക്കാരിൻ്റെ വളരെ വലിയൊരു വിജയമാണ്. നമ്മുടെ രാജ്യത്തുണ്ടായ ഒരു വലിയ അക്രമത്തിൽ ഭാഗഭാക്കായ ഒരു വ്യക്തിയെ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്ന് നമ്മുടെ രാജ്യത്തെ നീതിന്യായ സംവിധാനത്തിന് കീഴിൽ നമ്മൾക്ക് കുറ്റവിചാരണ ചെയ്ത് ശിക്ഷിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വളരെ വലിയൊരു നേട്ടം തന്നെയാണ്. അമിത്ഷാജി, താങ്കൾ ഭാരതത്തിലെ മാവോയിസ്റ്റുകളെയും നക്സലിസ്റ്റുകളെയും പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിനുള്ള ഒരു പദ്ധതിയും ടൈം ഫ്രെയിമും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തമായി പറയാമോ? നോക്കൂ, നക്സലിസ്റ്റുകൾ നമ്മുടെ രാജ്യത്ത് ഏതാണ്ട് 120 ജില്ലയിൽ വ്യാപകമായി ഉണ്ടായിരുന്നു. അതിപ്പോൾ കുറഞ്ഞ് ഏതാണ്ട് 12 ജില്ലകൾ മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു. നക്സലിസ്റ്റുകൾക്ക് ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, ഒരു സ്വപ്നമുണ്ടായിരുന്നു, പശുപതിയിൽ നിന്ന് തിരുപ്പതി വരെ എന്ന്. ഇന്ന് ആ സ്വപ്നം പൂർണ്ണമായി ഇല്ലാതാക്കിയിട്ടുണ്ട്. ബീഹാറും ജാർഖണ്ഡും മഹാരാഷ്ട്രയും ഏതാണ്ട് പൂർണ്ണമായി മുക്തമായി കഴിഞ്ഞിരിക്കുന്നു. മധ്യപ്രദേശിൽ വളരെ കുറച്ച് ജില്ലകൾ മാത്രമാണ് ബാക്കിയുള്ളത്. തെലങ്കാനയും ആന്ധ്രാപ്രദേശും ഒറീസ, കേരളം, അവിടെയൊന്നും ഇപ്പോൾ നക്സലിസം കേൾക്കാനേ ഇല്ല. രാജ്യത്താകെ ഏതാണ്ട് 12 ജില്ലകളിലും വളരെ കുറച്ച് താലൂക്കുകളിലും മാത്രമാണ് ഇപ്പോൾ നക്സലിസം ഉള്ളത്. എൻ്റെ ടാർഗറ്റ് വെച്ചിട്ട് വളരെ നേരത്തെ തന്നെ ഇത് പൂർണ്ണമായി മുക്തമാക്കേണ്ടതായിരുന്നു. പക്ഷേ ഇതിനിടയ്ക്ക് ചില സംസ്ഥാനങ്ങളിൽ 5 വർഷം കോൺഗ്രസിൻ്റെ ഭരണം വന്നതാണ് അതിൽ തടസ്സമുണ്ടാകാൻ കാരണം. ഞാൻ ചില കണക്കുകൾ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. നോക്കൂ, ഇപ്പോൾ ഛത്തീസ്ഗഡിൽ 2024 വീണ്ടും BJP അധികാരത്തിലെത്തിയത്. വെറും 1 വർഷം മാത്രമേ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ. 443 നക്സലിസ്റ്റുകളെ ഞങ്ങൾ ഈ 1 വർഷത്തിൽ മാത്രം കൊന്നുകളഞ്ഞിട്ടുണ്ട്. 1368 നക്സലിസ്റ്റുകളെ തടവിലാക്കുകയും ചെയ്തു. മാത്രമല്ല 1400 മാവോയിസ്റ്റുകൾ കീഴടങ്ങുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ 1 വർഷം മാത്രം. നോക്കൂ, കഴിഞ്ഞ 1 വർഷമായി PSFും ITBPയും ഛത്തീസ്ഗഡിലെ പോലീസും എല്ലാവരും ഒത്തൊരുമയോടുകൂടി ചേർന്നുകൊണ്ട് നക്സലിസം പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള ആത്മാർത്ഥമായ കഠിനമായ പരിശ്രമത്തിലാണ്. എങ്കിലും ഒരിക്കൽ കൂടി ഞാൻ ഈ മാധ്യമത്തിലൂടെ രാജ്യത്തെ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, നിരവധി ആളുകൾ നക്സലിസത്തിൻ്റെ പാത ഉപേക്ഷിച്ച് കീഴടങ്ങിയിട്ടുണ്ട്. അവരിന്ന് ശരിയായ ധാർമ്മികമായ ജീവിതം നയിക്കുന്നുമുണ്ട്. അത്തരം ആളുകൾക്ക് വേണ്ട പിന്തുണയും ഈ സർക്കാർ കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി ഇവിടെ ഇരുന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഉറപ്പു നൽകാൻ ആഗ്രഹിക്കുന്നു. 2026 മാർച്ച് 31, അത് ഞാൻ നേരത്തെ പറഞ്ഞ തീയതിയാണ്. അന്ന് ഈ രാജ്യത്തെ ഒരു ജില്ലയിലും ഒരു നക്സലിസ്റ്റും ഉണ്ടാവുകയില്ല. ഒരു മാവോയിസ്റ്റ് തീവ്രവാദികളും ഈ രാജ്യത്ത് ആ ദിവസത്തിന് ശേഷം ഉണ്ടാകില്ല. അതെൻ്റെ ഉറപ്പാണ്. അമിത്ഷാജി, ഖാലിസ്ഥാൻ തീവ്രവാദവും ഭാരതത്തിൽ വ്യാപകമായി വർദ്ധിച്ചിട്ടുണ്ട്. പഞ്ചാബിലെ സർക്കാർ കേന്ദ്ര ഗവൺമെൻറ്റിന് അതിനെ പ്രതിരോധിക്കാനുള്ള പിന്തുണ നൽകുന്നുണ്ടോ? നോക്കൂ, പഞ്ചാബിലെ സർക്കാരിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്തമാണ് അവിടുത്തെ ഖാലിസ്ഥാൻ തീവ്രവാദം ഇല്ലാതാക്കുക എന്നത്. അതിനോടൊപ്പം തന്നെ അവരെ കയ്യാമം വെച്ച് തുറങ്കിലടയ്ക്കുക എന്നുള്ളത്, അവരെ ഇല്ലാതാക്കുക എന്നുള്ളത് കേന്ദ്ര ഗവൺമെൻറ് ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഖാലിസ്ഥാൻ തീവ്രവാദം പൂർണ്ണമായും രാജ്യത്തും തുടച്ചു നിൽക്കാനുള്ള പ്രവർത്തനം ഞങ്ങൾ ശക്തമായി തന്നെ ചെയ്യും. അമിത്ഷാജി, പഞ്ചാബിൽ രാഷ്ട്രീയത്തെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? BJPക്ക് അവിടെ അധികാരത്തിലെത്താൻ കഴിയുമോ? അകാലികളുമായി സഖ്യം ചേരുമോ? നമ്മൾ പറയാറുണ്ട്, ഈ ലോകത്തിൻ്റെ സൃഷ്ടി നിർവഹിച്ചത് ഭഗവാൻ ബ്രഹ്മാവാണെന്ന്. പഞ്ചാബിലെ അടുത്ത തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ആ ബ്രഹ്മാവിന് പോലും പറയാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും കുഴപ്പം പിടിച്ച ഒരു രാഷ്ട്രീയ പരിസ്ഥിതിയാണ് ഇന്ന് പഞ്ചാബിലുള്ളത്. പക്ഷേ എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്, പഞ്ചാബിലെ ജനത തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോഴേക്കും ഒരു നല്ല തീരുമാനമെടുക്കുമെന്ന്. അമിത്ഷാജി, മണിപ്പൂരിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അവിടെ ഇപ്പോഴും പ്രശ്നങ്ങളാണുള്ളത്.
അവിടെ ഇപ്പോൾ പ്രസിഡന്റ് ഭരണം താങ്കൾ ഏർപ്പെടുത്തുകയും ചെയ്തു. നോക്കൂ, മണിപ്പൂരിൽ ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട്. പക്ഷേ മണിപ്പൂരിൽ ഞങ്ങൾ ഒരു പൂർണ്ണ പ്രസിഡന്റ് ഭരണമല്ല ഏർപ്പെടുത്തിയിട്ടുള്ളത്. അവിടുത്തെ നിയമസഭയെ തൽക്കാലം മരവിപ്പിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾക്ക് തീർച്ചയായും പ്രതീക്ഷയുണ്ട്, വിശ്വാസമുണ്ട്. മണിപ്പൂരിലെ രണ്ട് പ്രധാനപ്പെട്ട വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഒരു രമ്യമായി പരിഹരിക്കാൻ കഴിയുമെന്നും അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവിടെ സമാധാനവും ശാന്തിയും കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അവിടെയുള്ള അതിക്രമങ്ങളും അക്രമ സംഭവങ്ങളും എല്ലാം പൂർണ്ണമായി അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെയുള്ള പ്രശ്നം, അതിൻ്റെ ചർച്ചകൾ ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അമിത്ഷാജി, അടുത്ത തെരഞ്ഞെടുപ്പ് ഏറ്റവും ആദ്യം വരാൻ പോകുന്നത് ബീഹാറിലാണ്. അവിടുത്തെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അതിനെക്കുറിച്ച് എന്തു പറയാനാണ്? ഇതുവരെ BJP NDAക്ക് ലഭിച്ചിട്ടുള്ളതിൽ ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ തന്നെ ഇത്തവണ ബീഹാറിൽ NDA സർക്കാർ ഉണ്ടാക്കുക തന്നെ ചെയ്യും. അവിടുത്തെ സീറ്റ് ഷെയറിംഗ് എങ്ങനെയായിരിക്കും? കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ആയിരിക്കുമോ അതോ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ? നോക്കൂ രാഹുൽജി, അതൊക്കെ തീരുമാനിക്കേണ്ടത് അവിടെയുള്ള പ്രാദേശിക നേതൃത്വമാണ്. അമിത്ഷാജി അവിടെ നിതീഷ് കുമാർ തന്നെയായിരിക്കുമോ മുഖ്യമന്ത്രി? അതിലെന്താണ് സംശയം? അതിൽ ചോദ്യം ചോദിക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിതീഷ് കുമാറാണ് ഇപ്പോഴും മുഖ്യമന്ത്രി. നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉയർത്തിക്കാട്ടി തന്നെയാണ് ഞങ്ങൾ ഇത്തവണയും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്.